രവി വന്നു. സൗദി അറേബ്യയിലായിരുന്നു. അപ്പം അവിടെ നിന്ന് വന്നപ്പോൾ കൊണ്ടുവന്ന സാധനങ്ങളാണ് ഇതെല്ലാം. കുറച്ച് വർഷമേ ആയുള്ളൂ പോയിട്ട്. കഴിഞ്ഞ വർഷവും പോയിട്ട് വന്നിട്ട് കുറേ സാധനങ്ങളെല്ലാം കൊണ്ടുവന്നു. ഈ വർഷവും വന്നപ്പോൾ കൊണ്ടുവന്ന സാധനങ്ങളൊക്കെയാണിത്. അപ്പോൾ കുറച്ച് നാളെ അവിടെ നിന്നുള്ളത് കൊണ്ട് ഇത്രയും സാധനങ്ങളൊക്കെ നമുക്ക് കൊണ്ടുവന്നു. അപ്പോൾ ഏതൊരു പ്രവാസിയുടെയും മനസ്സിൽ എപ്പോഴും പ്രവാസിയായിട്ട് താമസിക്കുമ്പോൾ തൻ്റെ വീട്ടിലേക്ക് പോകുന്നതും വീട്ടിലുള്ളവരെ കാണുന്നത്, അച്ഛനമ്മ, ഭാര്യ, കുഞ്ഞ് ഇവരെയൊക്കെ കാണുന്നത്, ബന്ധുമിത്രാദികളെയൊക്കെ കാണുന്നത് വലിയ സന്തോഷമാണ്. അപ്പോൾ ഒരു സന്തോഷത്തിന് വേണ്ടിയാണ് അവർ ഓരോരുത്തരും പ്രവാസ ജീവിതകാലത്തെ ലീവ് കാലഘട്ടത്തിൽ വരുമ്പോൾ ഇങ്ങനെയുള്ള പല ഗിഫ്റ്റ് സമ്മാനങ്ങളെല്ലാം നാട്ടിലുള്ളവർക്ക് കൊടുക്കും. അതായത് അവരവിടെ ആയിരിക്കുമ്പോൾ അവരുടെ ലീവിൽ വരുന്നതിന് മാസങ്ങൾക്ക് മുൻപ് തന്നെ അവരവിടെ സാധനങ്ങളൊക്കെ വാങ്ങി വയ്ക്കും. കാരണം ജോലിക്ക് പോകണം, പിന്നെ സാധനങ്ങളൊക്കെ വാങ്ങണം, അധികം സമയമൊന്നും കിട്ടില്ല. അപ്പോഴെല്ലാം വീട്ടിൽ വിളിച്ച് ചോദിക്കും, വൈഫിനോടും കുഞ്ഞിനോടും മറ്റുള്ളവരോടുമൊക്കെ വിളിച്ച് ചോദിക്കും, ഞാൻ എന്തെങ്കിലും കൊണ്ടുവരണമോ, പ്രത്യേകിച്ച് ആവശ്യം വല്ലതും ഉണ്ടോ എന്നൊക്കെ ചോദിക്കും. അപ്പോൾ പലപ്പോഴും അവരുടെ ആഗ്രഹങ്ങൾക്കനുസരിച്ചുള്ള സാധനങ്ങളെല്ലാം കൊണ്ടുവരും. അപ്പോൾ ഏതൊരു പ്രവാസിയും എന്ന് പറയുമ്പോൾ നാട്ടിലേക്ക് വരുന്നത് വലിയ സ്വപ്നങ്ങൾ കണ്ടുകൊണ്ടാണ്. കാരണം വലിയ കഷ്ടപ്പാടുകൾ സഹിച്ചുകൊണ്ടാണ് അവർ വിദേശ രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്നത്. ഒന്നാമതായിട്ട് ജോലിയിലുള്ള റിസ്ക്, രണ്ടാമത് വീട്ടുകാരെ ഒന്നും കാണുവാൻ കഴിയില്ല. അതുപോലെ തന്നെ വിദേശത്തൊക്കെ താമസിക്കുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്നത് നമ്മുടെ ഫുഡ്. നമ്മൾ ഉദ്ദേശിക്കുന്ന തരത്തിലുള്ള അല്ലെങ്കിൽ നമ്മൾ കഴിച്ച് ശീലിച്ച സൈസുള്ള ഫുഡൊന്നും നമുക്കങ്ങനെ കിട്ടില്ല. അപ്പോൾ അങ്ങനെ ഒരുപാട് പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ടാണ് അവർ വിദേശത്ത് പോയി ജോലി ചെയ്യുന്നത്. അപ്പോൾ അവിടെ നമുക്ക് പണം മാത്രമാണുള്ളത്. പണം എത്ര വേണമെങ്കിലും ജോലി ചെയ്ത് ഉണ്ടാക്കിയെടുക്കാം. എങ്ങനെയെങ്കിലും പൈസ ഉണ്ടാക്കി നാട്ടിൽ വന്ന് തൻ്റെ കുടുംബം ഒന്ന് മെച്ചപ്പെടുത്തുക, അതിനു വേണ്ടിയാണ് അവരുടെ ശ്രമം, അതുപോലെ തന്നെ സ്വപ്നം. അതിനെല്ലാം വേണ്ടിയാണ് അവർ ഇത്രയും ത്യാഗങ്ങൾ സഹിച്ച് വിദേശത്ത് ജോലി ചെയ്യുന്നത്. അതായത് അവരുടെ കാര്യങ്ങളെല്ലാം അവർ തന്നെ നോക്കണം. വീട്ടിൽ നിന്നുള്ള ശ്രദ്ധ, പരിചരണം ഒന്നും കിട്ടാതെ തനിയെ അല്ലെങ്കിൽ കൂട്ടുകാരോടൊപ്പം ആണ് അവർ കൂടുതൽ കാലഘട്ടവും താമസിക്കുന്നത്. അപ്പോൾ അത് കഴിഞ്ഞാണ് അവരിങ്ങനെ നാട്ടിലേക്ക് വരുന്നത്. അപ്പോൾ എല്ലാ പ്രവാസികൾക്കും വേണ്ടി സമർപ്പിക്കുന്നു.